ഇപ്പാണോ പ്രകാശ ശ്വാസം ഒന്ന് നേരെ വീണു. അതെ അതെ, ഉസ്താദ് ജിന്നിനെയും പിടിച്ചിട്ട് തന്നെയാ പോയിന്, ഉറപ്പാ. ഉസ്താദ് കൊള്ളം കേട്ടോ. അതെ അതെ അതെ. പക്ഷെ പ്രകാശ, ഉസ്താദ് ഞാൻ അങ്ങനെ മൊനവച്ച വർത്താനം എന്നോട് പറഞ്ഞേ. അത് ചിലപ്പോ രാട്ടെ ജിന്നിനെ പിടിക്കുമ്പോ ഇല്ലേ പ്രയാസങ്ങളെല്ലാം കൊണ്ട് ചിലപ്പോ അങ്ങനെ പറഞ്ഞതായിരിക്കോ. ആയിരിക്കുമല്ലേ? പിന്നെ എല്ലാണ്ട് വേറെ എന്തിനാ പറയേണ്ട ആവശ്യം. രാട്ടാ ഉസ്താദിന്റെ പൈസകൾ അവിടെ എത്തിക്കണേ. ഓർ പറഞ്ഞതിനേക്കാളും കൂടുതൽ കൊടുക്കും ഞാൻ. ഓക്കെ ഓക്കെ. വീണല്ലോ. രാട്ടോ ഞാൻ എന്നാ പിന്നെ പോട്ടെ, എനിക്ക് വീട്ടിൽ കുറച്ച് വിട്ടോ പണിയുണ്ട്. നിങ്ങൾ സുഖമായിട്ട് കിടന്നു പറയിക്കോ, നീ ഒന്നും പേടിക്കണ്ട. ഓക്കെ. എന്നാലും ഉസ്താദ് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ. അവള് പോയിട്ടില്ലേ? ഞാൻ പ്രേതൊന്നുമല്ല. നീ ആരാ? പിന്നെ ഈ കണ്ടതൊക്കെ അത് ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് യാത്ര പോയിട്ടുണ്ടല്ലേ? ഓഹോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങളൊരു പേടിത്തൊണ്ടനാന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയാ? ഏതുമ്മ? നിങ്ങൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ദേ ഇതൊന്ന് നോക്കിയേ. ജമീല ഫ്രം ബോംബെ. ദൈവമേ, ചെറുപ്പത്തിൽ ആശ്രയിച്ചാലും തിരിച്ചടിക്കലാണോ? ഉപ്പാ, ഉമ്മാക്കിപ്പോ എങ്ങനെയുണ്ട്? ഉമ്മ മരിച്ചിട്ട് കുറച്ച് കൊല്ലങ്ങളായി. ഇനി എങ്ങും പോണ്ട കേട്ടോ, ഈ അടുത്തന്നെ ഒന്നും കേട്ടോ. എന്തായാലും ഞാൻ മൊബൈൽ വരുമ്പോൾ അവളെന്തെല്ലാം കടികൾ ഉണ്ടാക്കി തരുമെന്നറിയാം അല്ലേ. അവസാനമായിട്ട് അവളെ കാണാൻ പറ്റില്ല, അതൊരു വിഷമമുണ്ട്.